നമസ്കാരം. കേരളം ഇലക്ഷന്റെ ചൂടിലാണ്. ആർക്ക് വോട്ട് കൊടുക്കണം, ആരുടെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു ധർമ്മസങ്കടത്തിലാണ് നമ്മുടെ ഈ സാക്ഷര കേരളം. ഇവിടെ ആദ്യമായിട്ട് മാറാത്തത് ഇനി മാറും എന്ന് പറയുകയാണ് BJP. കോടാനുകോടി രൂപയുടെ PR വർക്കും അതുപോലെ തന്നെ ഒരു 10 കോടി രൂപയോളം ഡിജിറ്റൽ വാഹനമൊക്കെ ഇറക്കിയിട്ട് ഇവിടെ കളിക്കുക. ഈ പൈസയുടെ കാര്യമൊക്കെ നമുക്ക് ഒന്ന് അന്വേഷിക്കണം. പക്ഷെ ആദ്യമായിട്ട് മാറാത്തത് ഇനി മാറുമ്പോൾ നാറാത്തത് നാറുകയും ചെയ്യുമെന്ന് നാം മനസ്സിലാക്കണം. നാറാത്തത് നാറണം. രാമായണത്തില് ഒരു ആപ്തവും ദീപ്തവുമായിട്ടുള്ളൊരു വാക്യം, ഈ ചില വസ്തുക്കൾ നാറ്റം സൃഷ്ടിക്കും. ഈ സ്വർണത്തെ പോലും ഈ കഞ്ചലങ്ങൾ അത് നിഷ്പ്രഭമാക്കുകയും ചെയ്യും. അപ്പോൾ ഇത് BJPക്ക് 24 ക്യാരറ്റ് വേണോ അതോ 2 ക്യാരറ്റ് വേണോ എന്നുള്ളത് അണികൾ തീരുമാനിക്കണം. ഒരു അഴിമതിയുടെ കൊടയും പിടിച്ചിരുത്തി നടന്നിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇവിടുത്തെ സർക്കാരും മറ്റേ LDFും UDFും ഒക്കെ അഴിമതിക്കാരാണ്. ശരിയാണ്, അവരവരുടെ അഴിമതി പാട്ട് നീക്കി വെച്ചോളൂ. പക്ഷേ ഒരു കൈയില്ലാത്തവൻ ഒരു നഖമില്ലാത്തവനെ കുറ്റം പറയുന്നത് പോലെയാണ്. BPL കമ്പനിയെ പറ്റി നിങ്ങൾ മലയാളികൾ കുറെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ എത്ര കോടി രൂപയുടെ ഇൻട്രസ്റ്റ് ആണ് ഇവർ വേവർ ചെയ്യിപ്പിച്ചതെന്നുണ്ട്. ആ സമയത്ത് ബാങ്കിന് ICICI ബാങ്കാണ്. നിങ്ങൾ അന്വേഷിക്കാതെ പോകരുത്. ഇതൊരു വളരെ ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണ്. കാരണം BJP എന്ന് പറയുന്നത് സ്മാർട്ട് ഗെയിം കളിക്കുന്നവരാണ്. അവർ ഹാർഡ് വർക്കേഴ്സ് അല്ല. മണ്ണിച്ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയെന്ന് പറയുന്നതാണ് BJPയുടെ രാഷ്ട്രീയം. അധ്വാനിക്കുന്നവർക്കൊന്നും അവിടെ പ്രസക്തിയില്ല. RSSകാര് അത്രയും മാത്രം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തൊരു പ്രസ്ഥാനമാണ്. ദേശസ്നേഹികളുടെയും ദേശഭക്തരുടെയും പ്രസ്ഥാനമാണ്. ഒരു മാറ്റവുമില്ല അതില്. നരേന്ദ്രമോദി ചെയ്ത നന്മകളൊന്നും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത മാറ്റങ്ങളും ഒന്നും കേരളത്തിൽ എത്തിയിട്ടില്ല, കേരളത്തിൽ എത്തുകയില്ല. ഇവര് പറയുന്നത് ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇവര് മാറുമെന്ന്. കഴിവുള്ളവന് ഭരണം വേണ്ട. കല്യാണം കഴിച്ച് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ഒരു കുട്ടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഇല്ലല്ലോ. മനസ്സുണ്ടെങ്കിൽ കുട്ടി ഉണ്ടാവും. എന്നാൽ ഇവിടെ ഉള്ളവന്മാർക്ക് കല്യാണ സർട്ടിഫിക്കറ്റ് വേണം. ജനങ്ങൾ വോട്ട് കൊടുത്ത് ആക്കി MLA ആയിട്ടോ MP ആക്കിയാലേ ഇവർ പണിയെടുക്കുള്ളൂ എന്ന് പറഞ്ഞു. BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം BJPയുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ സുരക്ഷയ്ക്കും അവരുടെ ഭക്ഷണത്തിനും അവരുടെ വികസനത്തിനും കുട്ടികളുടെ തൊഴിലില്ലായ്മയ്ക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് ഒരു ഭരണത്തിന്റെ ആവശ്യമില്ല. ജനങ്ങളെ ചുമ്മാ മോദി മോദി എന്ന് പറയും. മോദിയുടെ പടവും സംഘത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ആൾക്കാരുടെ ഇടയിൽ പോകുന്നത്. എന്നാൽ ഇനി നമ്മളൊരു പോയിന്റിലേക്ക് വരണം. AN രാധാകൃഷ്ണൻ നടത്തിയ വാഗ്ദാനം എന്താണ്? സീനിയർ BJP ലീഡറാണ് AN രാധാകൃഷ്ണൻ നടത്തിയത്. എത്ര കോടി രൂപയുടെ അഴിമതി? പിള്ളേർക്ക് കമ്പ്യൂട്ടർ ഇല്ല പിള്ളേർക്ക് പഠിക്കാൻ. ഇവിടെ കമ്പ്യൂട്ടർ ഇല്ലാത്തതിന്റെ പേരിൽ പിള്ളേർ ആത്മഹത്യ ചെയ്തപ്പോൾ അന്ന് ഞാനാണ് ഇവിടെ കടകംപള്ളി സുരേന്ദ്രന് 10 പുതിയ ബ്രാൻഡ് ന്യൂ TV വരെ എടുത്തു കൊടുത്തത്. ഇവിടെ TV കൊടുക്കാം, കമ്പ്യൂട്ടർ കൊടുക്കാം, അതുപോലെ തന്നെ ഫോൺ കൊടുക്കാം, സ്കൂട്ടർ കൊടുക്കാം എന്ന് പറഞ്ഞ് മേടിച്ച പൈസ എത്ര? 17,000 പേരുടെ പൈസ ഇവിടെ പോയത് എവിടെയെങ്കിലും ആരെങ്കിലും അന്വേഷിച്ചോ? എത്ര കോടി രൂപയാണ് ഇതിൽ നിന്നും തട്ടിയതെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ? ഇനി അടുത്ത അതുമായിട്ട് പോട്ടെ. MT രമേശിന്റെ ആ അഴിമതി കോഴക്കേസിന്റെ കാര്യം ഈ രാജീവ് ചന്ദ്രശേഖരന് ഓർമ്മയില്ലേ? ഇതെല്ലാം രാജീവിന്റെ ടീമിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. പാലക്കാടിലെ കൃഷ്ണകുമാറിന്റെ കേസ് രാജീവിന്റെ ടീമാണിപ്പോ. ആ ഇത് ഓരോ കൊടക്കമ്പികളാണ്. ഇനി ഇതിനേക്കാളും ഒക്കെ ഗ്രേവ് സിറ്റുവേഷൻ എടുക്കാം. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ കൊല്ലത്തുള്ള പ്രതാപിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഹാവ് യു എവർ ഹേർഡ് അബൌട്ട് ദാറ്റ് നെയിം? പ്രതാപ്, ഡോക്ടർ പ്രതാപ്, കാർഡിയോളജിസ്റ്റ്. അയാളെ പറ്റി ജസ്റ്റ് ഡോക്ടർ പ്രതാപ് കുമാർ എന്ന് നിങ്ങൾ ജെമിനിയിലോ ഗൂഗിളിലോ അടിക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിത് കാണിച്ചു തരാണ്. ജസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ പോകാതെ പോകരുത്. മെഡിക്കൽ ഫ്രോഡ് ആൻഡ് ഫോർജറി എവിടെയാ? Corruption Bureau ACB registered FIR against Pradap Kumar for cheating, forgery. ഒക്കെ എടുത്തിരിക്കുന്നത് എവിടെയാ? ഹരിയാനയിലാണ്. BJP തന്നെ യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ ഇവിടെ ഇവർക്ക് നിയമസഭയിൽ മത്സരിക്കാൻ ചാൻസ് കൊടുക്കുകയാണ്. അടുത്ത കേസ് റീയൂസ് ഓഫ് സിംഗിൾ യൂസ് എക്യുപ്മെന്റ്. ഒരിക്കൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളെ റീയൂസ് ചെയ്തു. സെന്റും കാര്യങ്ങളും ഒക്കെ വീണ്ടും കഴുകി മറ്റേ വെയിലത്തിട്ട് ഉണക്കി തുടച്ചു വാരിയെടുത്ത് ആൾക്കാരുടെ ചങ്കി കീറി കുത്തി കെട്ടിവിടുന്നതാണോ ധർമ്മം? ആണോ? രാജീവിന്റെ ആൾക്കാരുടെ ക്വാളിറ്റിയായി പറയണത് ജനം അറിയണത്. അടുത്ത ഡബിൾ ബില്ലിംഗ് സ്കാംസ്.
ബില്ലിന്റെ കാര്യം വരുമ്പോ, ബിസിനസിന്റെ കാര്യം പറയുമ്പോ രാജീവ് ചാടി വീഴും. കാരണം രാജീവൻ എന്ന് പറയുന്നത് ബിഷപ്പിന്റെ ജിമ്മിൽ പോയിട്ട് പുഷപ്പ് അടിച്ചു വന്ന് നിൽക്കാനേ രാജീവിന് അറിയുള്ളൂ. രാജീവിന് സൂര്യ നമസ്കാരം പോലും അറിയില്ല. രാജീവ് ചന്ദ്രശേഖരൻ ആരാണ്? അയാളുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട്. പൈസ ഉള്ള ഒരുത്തന് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വന്തം യഥാർത്ഥ സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ചതും ബിജെപിയുടെ നല്ല നല്ല സജ്ജനങ്ങളായിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് ഒറിജിനൽ അച്ഛനെ മാറ്റിയിട്ട് ഇവിടെ കുറെ മക്കളുണ്ട്. ഓ റിച്ച് ഡാഡി കേം, ഐ വാണ്ട് മൈ റിച്ച് ഡാഡി, റിച്ച് ഡാഡി സോ ഗ്രേറ്റ്, റിച്ച് പപ്പ ഹായ് വി ആർ വിത്ത് യു എന്ന് പറയുന്നതാണോ കേരളത്തിന്റെ സംസ്കാരം? അദ്ദേഹം ആരാന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത? അദ്ദേഹത്തിന്റെ അഴിമതികളെ പറ്റി ബിജെപിയിൽ എന്ത് സംഭവിച്ചു, അല്ല BPL എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കണം. 3 അക്ഷരമുള്ള BJPയിലും 3 അക്ഷരമുള്ള BPL-ലും അതുപോലെ ഇതിനു മുമ്പുണ്ടായിരുന്ന JDS 3 അക്ഷരമേ ഉള്ളൂ. 3 അക്ഷരത്തിലുള്ള എവിടെ അദ്ദേഹം ചാടിക്കയറും അത് 3G ആവും. 3G ആവും. മലയാളിക്ക് ഓഫർ കൊടുത്താൽ മലയാളി ചാടി വീഴും. ഇവിടെ നല്ല നേതാക്കളില്ലേ? ഇവിടെ ഞാൻ കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ വേറൊരു പദത്തിലായിരുന്നു VS പണ്ട് പറഞ്ഞ അബ്ദുൽ കലാം സാറ് വാണം വിടുന്നവനാണെന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്നാണ് പറഞ്ഞത്, ഈ പ്രശ്നം ഇരുന്നാണ് പറഞ്ഞത്. അതുപോലെ എന്നെ വാണം എന്ന് പറഞ്ഞു. പക്ഷെ കേരളം വിട്ടപ്പോ അവിടുത്തെ ഒരു പറഞ്ഞത് റോക്കറ്റാണ്. ഈ നരേന്ദ്രമോദിക്ക് വേണ്ടി ഇവർ എന്ത് ചെയ്തു? ഞാൻ കർണാടകയിൽ നടത്തിയ റോഡ് ഷോ നിങ്ങൾ കാണണം. എന്റെ റോഡ് ഷോ നരേന്ദ്രമോദി ഇലക്ഷൻ ഇപ്രാവശ്യം 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് 240 സീറ്റായിട്ട് കുറഞ്ഞുപോയി. ആ സമയത്ത് നരേന്ദ്രമോദിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലും ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി ഇറങ്ങിയോ? അതേസമയത്ത് നമ്മുടെ ടീമാണ്, നമ്മുടെ സന്യാസി ടീമാണ് അദ്ദേഹത്തിന് വേണ്ടി വോക്ക് ചെയ്തത് എന്ന് കരുതി BJP കേരളത്തിലെ KGPക്ക് വേണ്ടി നമ്മൾ വോക്ക് ചെയ്യില്ല. കാരണം എന്നാണോ ഇവർ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്? ഇവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഇവിടുത്തെ വികസനത്തിന്റെ കാര്യം പറയും. ഇവിടെ ഇപ്പൊ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ മറ്റൊരു പരിപാടി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ശിവഗിരിയില് ഇവര് പോയായിരുന്നു. സംഘത്തിന്റെ നാഗ്പൂർ എന്നറിയപ്പെടുന്ന കാര്യാലയം എന്ന് പറയുന്ന ഇവിടുത്തെ തിരുവനന്തപുരത്തെ കാര്യാലയത്തിൽ ഇവര് പോയായിരുന്നു. ഈ രാജീവിന് ഇവിടുത്തെ കാര്യാലയത്തിൽ ഒന്നും പോണ്ട, ഇവിടുത്തെ ശിവഗിരി പോണ്ട, ചട്ടമ്പി സ്വാമിയുടെ അടുത്ത് പോണ്ട, സത്യാനന്ദ സരസ്വതി അടുത്തൊരു വിളക്കെങ്കിലും കത്തിച്ചിട്ട് പോയി. പക്ഷെ ഇവർക്ക് ബിഷപ്പുമാരുമായിട്ടാണ് ഡീൽ. എന്താണ് ആ ഡീൽ എന്ന് കൂടെ മനസ്സിലാക്കൂ. റിയൽ എസ്റ്റേറ്റ് മാഫിയ ബിസിനസ്. ഇനി രാജീവിന്റെ നോട്ടം ഒന്ന് മാത്രമേ ഉള്ളൂ, പോർട്ടിലേക്കാണ്. അദ്ദേഹത്തിന് പോർട്ട് ക്യാപ്ചർ ചെയ്യണം. And our Narendra Modi is not able to understand certain situation because they have certain mediators here. And my request, you should publish or you should, introduce this subject in front of Modi, or else they have to get a strong hit back. Otherwise, they will never change. ഇവന്മാർക്ക് അടി കിട്ടണം. ജനങ്ങളുടെ അടുത്ത് ഹിന്ദുത്വം പറഞ്ഞു നടക്കുന്നു. ഇവരുടെ മുദ്രാവാക്യത്തില് എന്ത് ഹിന്ദുത്വമാണുള്ളത്? ഇവർ പറയുന്ന വർഗീയത, കുറെ മുസ്ലിങ്ങളെ ആക്രമിക്കുക. ഇന്നലെ ആ കാപ്പിക്കുരു കള്ളൻ, ആർക്കണം കാപ്പിക്കുരു മോട്ടിച്ച കള്ളൻ, റിയൽ എസ്റ്റേറ്റ് എന്ന് കാപ്പിക്കുരു മോട്ടിച്ച കള്ളൻ ആരാ? K. സുരേന്ദ്രൻ. പേര് തന്നെ കേട്ടിട്ടുണ്ട്. എപ്പോഴും വേണം ജനങ്ങൾക്ക് എഴുതാൻ കള്ളനാണ് എന്ന് അദ്ദേഹത്തിന്റെ ജനിച്ചപ്പോ തന്നെ വീട്ടുകാർ ഇട്ട് കൊടുത്തൊരു സാധനമാണ് K. ഇത്രയും വലിയ ഗുണ്ടായുസം, ഇത്രയും വലിയ മാനിപ്പുലേഷൻ. അയാൾ പറഞ്ഞ് മുസ്ലിം ജനങ്ങളെല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, മുസ്ലിങ്ങളെല്ലാം അയാൾക്ക് വോട്ട് കൊടുക്കുന്നു. പിന്നെ ഇയാള് മുസ്ലിങ്ങളുടെ വോട്ട് കൊടുക്കാൻ വേണ്ടി ആ സമുദായത്തിന് വേണ്ടി രാവിലെയും വൈകിട്ടും ഇവിടുത്തെ കുഞ്ഞാലിക്കുട്ടീനെയും തങ്ങളുമാരെക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ ഇയാള്. ഇവരുടെ BJP, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ക്രിസ്ത്യൻ ലോബിയുടെ കൺട്രോളിലാണ് BJP എന്ന് ഞാൻ പറഞ്ഞു. BJP മീൻസ് ബിസിനസ് ജനതാ പാർട്ടി, അല്ലാതെ ബിഷപ്പ് ജനതാ പാർട്ടി ഉണ്ട്. അങ്ങനെ ഒരു മീനിങ്ങും ഉണ്ട് ഇവിടെ കേരളത്തിൽ. ഇവരാണ് സീറ്റ് തീരുമാനിക്കുന്നത്. ഇവര് സീറ്റ് തീരുമാനിക്കുമ്പോൾ നമ്മുടെ സ്വയംസേവർക്ക് എന്ത് സീറ്റ് കിട്ടി? യഥാർത്ഥ ഹിന്ദു പോരാളികൾക്ക് എന്ത് സീറ്റ് കിട്ടി? ഇവിടെ കാവിയിട്ട് കട്ടർ ഹിന്ദുസം പറയാനല്ല ഞാൻ പറയുന്നത്. ധർമ്മത്തെ പറ്റി പഠിപ്പിക്കുന്നവർക്ക് എന്ത് സീറ്റ് കിട്ടി? അവർക്ക് എന്ത് ചെയ്തു? കുറെ 2020 കുറെ ടിക്ടോക്ക് പിള്ളേർക്ക് കൊടുത്തു. ടിക്ടോക്ക് നടത്തുന്നു, റീല് നടത്തുന്നവർക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളവർക്ക്, ബിഗ് ബോസുകാർക്ക് ഇത് സീറ്റ് കൊടുക്കുമ്പോ ആ ഏരിയ തൃപ്പൂണിത്തുറ എത്ര സ്ട്രോങ് മണ്ഡലമായിരുന്നു. കേരളത്തിലെ BJPനെ ഏത് മണ്ഡലത്തിലുള്ളവർ ജയിക്കണം എന്നുള്ളത് ഞാൻ അടുത്തതിൽ ഞാൻ നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. Some are there. They want to do something good for the society. But at the same time, നമ്മൾ ഇതിനകത്തുള്ള ക്രിമിനൽസിനെ അറിയണം. ഈ പറയുന്ന പോലെ മലീമസമായ സാധനങ്ങളെ പുറത്താക്കിയേ പറ്റുള്ളൂ. ഇത് പുറത്താക്കിയില്ലെങ്കിൽ അത് ഇവർ തന്നെ നമ്മുടെ നാടിന് ആപത്തുണ്ടാക്കും. ഇവർക്ക് നമ്മുടെ മംഗലാപുരത്ത് ധർമ്മസ്ഥലയുണ്ട്. ധർമ്മസ്ഥലയുടെ ചുറ്റും കംപ്ലീറ്റ് ഇവർ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. ഇവരുടെ മാഫിയ ഹന്നൂർ തൊട്ട് എയർപോർട്ട് വരെ കംപ്ലീറ്റ് ഇവരുടെ ഗ്രൂപ്പ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. എല്ലാം എടുത്തു കഴിഞ്ഞു. ശിവഗംഗ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞു. ഇവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം,
മലബാർ തൊട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന മലബാറിൽ നിന്ന് എല്ലാ ആശുപത്രികളും കോടാനുകോടി കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. KKRഉം ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ 2 കമ്പനി, അവരുമായിട്ട് ആ ഗ്രൂപ്പുമായിട്ട് PC ജോർജിനും ഷോൺ ജോർജിനും അനൂപ് ആന്റണിക്കും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോ? അനൂപ് ആന്റണി പറയുന്നുണ്ടല്ലോ 5 കോടിയാണ് ഈ കേരളത്തിൽ MLA ഫണ്ടെങ്കിൽ ബാക്കി നമുക്ക് അൺലിമിറ്റഡ് ഫണ്ട് വരും എന്ന്. അൺലിമിറ്റഡ് ഫണ്ടിന്റെ സോഴ്സ് എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചോ? എന്നെ പോലെ ഒരുത്തൻ ചോദിക്കാൻ ഈ കേരളത്തിൽ ഇല്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി പിടിച്ച് എന്റെ ചെലവിൽ ഞാൻ റിസ്ക് എടുത്തിരുന്നു. കാരണം ഇത് എന്റെ നാട്. ഇവിടെ ഒരു MLA MPP പോസ്റ്റിന് വേണ്ടി ഞാൻ എഴുതി ഒട്ടിക്കാറില്ല. എനിക്ക് എന്റെ ആൾക്കാരുടെ ജീവനാവരുത്. ഞാൻ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ ഒരു രീതിയിലുള്ള സഹായവും കേരളത്തിൽ ആരും തരില്ല. അത്രയും സ്വാർത്ഥരായി ജീവിക്കുകയാണ്. പിന്നെ ഒരാൾക്ക് ഒരു ഗ്രൂപ്പിൽ എന്നെ സഹായിക്കണമെന്നുള്ള മനസ്സുണ്ട്, പക്ഷെ അവർക്ക് എന്നെ സഹായിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ കള്ളന്മാർ ഇവിടെ വരുമ്പോ നമ്മളിവിടെ കഞ്ഞി കുടിച്ചാണെങ്കിലും സുഖമായിട്ടാണെങ്കിലും നമ്മുടെ ഒരു സംസ്കാരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ജീവിക്കാം. പക്ഷെ നമ്മുടെ മക്കളുടെ ഭാവിയന്മാരൊക്കെ കളയല്ലേ? ഈ ഡ്രഗ് മാഫിയക്കെതിരെ ഇവന്മാർ ഒരു വിരലനക്കിയിട്ടുണ്ടോ? ഇവന്മാര് കർണാടകയിൽ തന്നെ സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തതാണ് ഇവിടുത്തെ ഡ്രഗ് കണ്ട്. എല്ലാം തെളിവ് എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് അറിയാമത്. ഇവരെന്താണ്, എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ചെയ്യുന്നത്? മാറാത്തത് ഇനി മാറും. അപ്പൊ മാറാത്തത് ഇനി മാറണം വേണ്ടേ? ഓരോ ഉണക്ക ക്യാപ്ഷനും ഇറക്കി അവരുടെ ഇഷ്ടത്തിനുള്ള ആൾക്കാരുടെ അടുത്ത് ഡീലും വെച്ചിട്ട് ഇവര് വരുമ്പോ നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. ഇനിയും പറയാനുണ്ട് എനിക്ക്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും കുറെ കാര്യങ്ങൾ പറയാം സുരേന്ദ്രന്റെ ഡീലുകളെ പറ്റി. ഇതിപ്പോ ഈ പറഞ്ഞ ആരോപണമല്ലേ?